ഒരു മെട്രിക്സിന്റെ റോസിന്റെ എണ്ണവും കോളംസിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ, this is a 2 by 2 matrix, this is a 1 2 3 0 1 minus 1 4 5 6, this is a 3 by 3 matrix. റോസുകളുടെ എണ്ണവും കോളംസിന്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ these are called square matrices. Next, this is a column matrix 1 2 3 4. This is another column matrix A11, A21, A31, etc. AN1. This is also a column matrix. Column മാത്രമേ ഉള്ളൂ. റോസ് ഉണ്ട് അല്ലേ? ഇവിടെ എന്ന് റോസ് ഉണ്ട്, only one column. This is a column matrix. Like this is a row matrix 1 2 4 5, or this is A11, A12, etc. A19. ഇതെല്ലാം ഇത് രണ്ടും കോളം മെട്രിക്സ് ആണ്, ഇത് രണ്ടും റോ മെട്രിക്സ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജനറൽ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുക? A is equal to A11, A12, A13, etc. A19, A21, A22, A23, etc. A2n, A31, A32, etc. A3n, etc. Last AM1, AM2, etc. AMn. This matrix having m rows and n columns. This is an m by n matrix. Generally, we can denote this matrix as Aij m by n. That means I varies from 1 to m and j varies from 1 to n. Here, these elements A11, A22, A33, etc. diagonal elements. These are called diagonal elements. If in this case, when m is equal to n, ആയാലും നമുക്ക് ഡയഗണൽ പറയുന്നതിന് സുഖമുള്ളൂ. m is equal to n ആണെങ്കിൽ, that means സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, m is equal to n ആകുമ്പോഴല്ലേ സ്ക്വയർ മെട്രിക്സ് ആകുന്നത്. m is equal to n ആകുമ്പോൾ സ്ക്വയർ മെട്രിക്സ് ആകും. n1, n2, etc. nn. സ്ക്വയർ മെട്രിക്സ് ആകുമ്പോഴാണ് നമ്മൾ ഡയഗണൽ പറയുന്നത്. A11, A22, A33 ഇങ്ങനെ പോകുന്ന മെട്രിക്സ് എലമെന്റ്സ് ഉണ്ടല്ലോ, ann. These entries are called diagonal elements. അപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയഗണൽ എലമെന്റ്സ്. നെക്സ്റ്റ്, നോട്ടായിട്ട് മതിയാവും. Two matrices are defined to be equal if they have the same size and their corresponding entries are equal. For example, A is equal to 2 1 3x and B is equal to 2 1 3 5. A എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താവണം? ഇവിടെ എക്സിന്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള 5 അല്ലേ? അപ്പോൾ x is equal to 5 ആയാൽ അല്ലേ? If x is equal to 5, then we say that these two matrices A and B are same, equal. Equal matrices ആണ് ഉദ്ദേശിക്കുന്നത്. Corresponding entries same ആവണം അല്ലേ?
രണ്ടും സെയിം സൈസ് ആയിരിക്കണം. സൈസ് മീൻസ് ദിസ് ഇസ് എ 2x2 matrix, this is a 2x2 matrix. സെയിം ഓർഡർ അല്ലെങ്കിൽ സെയിം സൈസ് അല്ലേ. നെക്സ്റ്റ് നമ്മുടെ ഒരു സം ഓഫ് ടു മെട്രിസസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സം ഓഫ് ടു മെട്രിസസ് ഡിഫൈൻ ചെയ്യാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ട് മെട്രിസസിനെ സം ചെയ്യണമെങ്കിൽ അവയുടെ രണ്ടുപേരുടെ ഓർഡർ സെയിം ആയിരിക്കണം, സൈസ് സെയിം ആയിരിക്കണം അല്ലേ. എന്നിട്ട് കറസ്പോണ്ടിങ് എൻട്രീസിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ എ ആൻഡ് ബി, ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി ആർ മെട്രിസസ് of the same order, of the same size or same order. രണ്ടും എന്ത് ഓർഡർ ആയിരിക്കണം? A is an m by n matrix ആയിരിക്കണം. A m by n matrix ആണെങ്കിൽ B യും എന്തായിരിക്കണം? m by n matrix ആയിരിക്കണം. Then the sum A plus B, A എന്ന മെട്രിക്സിനെ B എന്ന മെട്രിക്സിനോട് ആഡ് ചെയ്യും. Then the sum A plus B is the matrix obtained by adding the entries of capital B to the corresponding entries of capital A, So A is equal to A11, A12, A13, A21, A22, A23, and B is equal to A11, B11, B12, B13, B21, B22, B23. Then A plus B is equal to corresponding entries add ചെയ്താൽ മതിയല്ലോ. ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ആഡ് ചെയ്യാം. A11 plus B11, A12 plus B12, A13 plus B13, A21 plus B21, A22 plus B22, A23 plus B23. ഇവിടുത്തെ കറസ്പോണ്ടിങ് എൻട്രീസ് ആയിട്ട് ആഡ് ചെയ്യും അല്ലേ. ഇനി സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻസ് ഓഫ് ടു മെട്രിസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻസ് ഓഫ് ടു മെട്രിസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇഫ് സെയിം ആണ്, ഇതേപോലെ ഡെഫിനിഷൻ പറയാം. ഇഫ് എ ആൻഡ് ബി ടു മെട്രിസസ് ആർ സെയിം സൈസ്, then the difference A minus B is the matrix obtained by subtracting the entries of capital B to the corresponding entries of capital A. ഇവിടെ എന്തായിരിക്കും സബ്ട്രാക്ഷൻ വരുമ്പോൾ? A minus B is equal to ഇവിടേക്ക് എന്താവും? കറസ്പോണ്ടിങ് എൻട്രീസിനെ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും അല്ലേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, എയിലുള്ള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് മൈനസ് ബിയിലുള്ള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് അല്ലേ. ഇവിടെ ദിസ് A11 മൈനസ് B11. കറസ്പോണ്ടിങ് എൻട്രീസ് വളരെ നിസ്സാരം പോലെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. B21 മൈനസ് A21 minus B21, A22 minus B22, A23 minus B23. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ?
matrices of different size cannot be added or subtracted. Same size ആയിരിക്കണം. A യും B യും എന്തായിരിക്കണം? Same size ആയിരിക്കണം. Different sizes നമുക്ക് ഇവിടെ applicable അല്ല. അല്ലേ? ഇവിടെ A m by n matrix ആണെങ്കിൽ B യും m by n matrix ആയിരിക്കണം. അല്ലേ? A 2/3 matrix ആണെങ്കിൽ B 2/3 ആയിരിക്കണം. രണ്ടും ഒരേ ഓർഡർ ആയിരിക്കണം, ഒരേ സൈസ് ആയിരിക്കും. ഓർഡർ അല്ലെങ്കിൽ സൈസ് അല്ലേ? Matrices of different sizes cannot be added or subtracted. Example ഒന്നും വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ A is equal to 2 1 0 minus 1 3 4 0 2 0 2 and B is equal to 4 2 1 3 2 1 0 0 0. What is A plus B? A plus B with corresponding entries add here. 2 plus 4 1 plus 2 0 plus 1 ഇവിടെ minus 1 plus ഇവിടെ 3 ഇങ്ങനെയാണല്ലോ. minus 1 plus 3 3 plus 2 4 plus 1 0 plus 0 0 plus 0 2 plus 0 6 3 1 2 5 5 0 0 2. Similarly, we can easily calculate A minus B. A minus B is equal to 2 minus 4 1 minus 2 0 minus 1 minus 1 minus 3 3 minus 2 4 minus 1 0 minus 0 0 minus 0 2 minus 0 minus 2 minus 1 minus 1 minus 1 minus 3 minus 1 3 minus 2 4 minus 1 0 minus 0 ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? വേറെ സ്വന്തമായിട്ട് എക്സാമ്പിൾ എഴുതിയിട്ടെ അങ്ങനെ സം ചെയ്ത് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ പ്ലസ് 2 ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. Next, how to find the product of two matrices. How to find the product of two matrices. To find product of two matrices. If capital A is any matrix, product of scalar product scalar multiple of product of two matrices പറയുന്നതിന് മുമ്പ് scalar multiple ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോയ്സും കോളംസും ഉള്ള ആൾക്കാർ. അതായത് നമ്പേഴ്സിന്റെ റോസ് ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലേ? നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് അല്ലേ? നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് അല്ലേ? അല്ലേ? നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. വൃത്തിക്കുള്ള അറേഞ്ച്മെന്റ് ആണ് അല്ലേ? ഒരു വൃത്തിക്കുള്ള അറേഞ്ച്മെന്റ് അങ്ങനെയാണെങ്കിൽ പറയാം. റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു മെട്രിക്സിലെ എല്ലാ എൻട്രീസിനെയും ഒരു ഫിക്സഡ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മൾട്ടിപ്പിൾ. ഇപ്പോൾ ഇഫ് ക്യാപിറ്റൽ എ ഈസ് എനി മെട്രിക്സ് ആൻഡ് കെ സ്മോൾ കെ ഈസ് എനി സ്കെയിലാർ. സ്കെയിലാർ എന്ന് വെച്ചാൽ റിയൽ നമ്പർ ആണ് കേട്ടോ. ഏത് റിയൽ കെക്ക് പകരം ഏത് റിയൽ നമ്പർ വേണം എടുക്കാം. Then the product k into a അതൊരു മെട്രിക്സ് ആയിരിക്കും. ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് ആ കിട്ടുന്നത്. അതിൽ എല്ലാ എൻട്രീസിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Then the product ka is the matrix obtained by multiplying
each entry of the matrix, capital A by K. That is, the matrix Ka is said to be a scalar multiple of A. Said to be a scalar multiple of capital A. Example A is equal to 469, 021, 423. ഒരു സ്കെയിലാർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ -2 ഒരു സ്കെയിലാറാണ്. കെന് പകരം -2. ദെൻ കെ എന്ന് വെച്ചാൽ ആരാ? -2a. -2 കൊണ്ട് എയിലെ എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × -2, 6 × -2, 9 × -2, 0 × -2, 2 × -2, 1 × -2, 4 × -2, 2 × -2, 3 × -2. This is scalar multiple of A. കുറച്ച് കാര്യങ്ങളാണ് സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിസസ്. Product of two matrices. So if capital A is an M by R, M row R columns ഉള്ള matrix ആണ്, M by R matrix, and capital B is an R by N matrix. Capital B in size R by N. Capital A എന്ന matrixന്റെ size M by R. Capital A ക്ക് M rows-ഉം R columns-ഉം ഉണ്ടാവും. Capital B ക്ക് R rows-ഉം N columns-ഉം ഉണ്ടാവും. നിങ്ങൾ ഈ R നെ ശ്രദ്ധിച്ചാൽ മതി. Then the product AB. Is an M by N matrix. A ന്റെ ഓർഡർ M by R ഉം B ന്റെ ഓർഡർ R by N ഉം ആണെങ്കിൽ AB ന്റെ ഓർഡർ M by R ആയിരിക്കും, M by N ആയിരിക്കും. M by N matrix whose entries are, entries കണ്ടുപിടിക്കാൻ നമ്മൾ ആലോചിക്കാം. whose entries are, AB എന്ന matrixന്റെ entries ആരായിരിക്കും? Entries are determined as follows. എങ്ങനെയാ? To find the entry in ith row, row I and column J of AB. AB എന്ന മെട്രിക്സിന്റെ ith റോയിലെ jth എൻട്രി അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ A എന്ന മെട്രിക്സിന്റെ ith റോയിനെ B എന്ന മെട്രിക്സിന്റെ jth കോളം കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യണം. ആ പ്രോഡക്റ്റുകളുടെ സം എടുക്കണം. AB, single out row I from the matrix A and column J from column
J from the matrix B ith row A എന്ന മെട്രിക്സിലെ ith row B എന്ന മെട്രിക്സിലെ jth റോയുമായിട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റുകളുടെ സം ചെയ്യാം. അതായത് multiply the corresponding entries. Multiply the corresponding entries from the row and column together. And then add up the resulting products. And then add up the resulting products. അപ്പോൾ നന്നായിട്ട് നോക്കിയേ, ആ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിച്ചു നോക്കിയേ. എ ഒരു M by R, ഇവിടെ ശ്രദ്ധിക്കേണ്ട, എ ഒരു M by R മെട്രിക്സ് ആണ്, ബി ഒരു R by N മെട്രിക്സ്. ശ്രദ്ധിക്കണം, എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വേണം? എയിലെ റോസ് കോളംസിന്റെ എണ്ണവും ബിയിലെ റോസിന്റെ എണ്ണവും സെയിം ആയിരിക്കണം. കണ്ടോ, ഇവിടെ ആറ്, ഇവിടെ ആറ്. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ, എ എന്ന മെട്രിക്സ് ബി എന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന മെട്രിക്സ് കിട്ടും. എങ്ങനെയാ? എന്റെ മെട്രിക്സ് ഏതാ? M by R. ബി എന്ന മെട്രിക്സ് എന്താ? R by N അല്ലേ? എന്റെ മെട്രിക്സ് എന്താണ്? M by R ഉം ബിന്റെ മെട്രിക്സ് R by N ഉം ആണെങ്കിൽ എ ബിന്റെ ഓർഡർ, എ ബിന്റെ സൈസ് എന്താ? M by N ആയിരിക്കും. ഒന്നാമത്തെ മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോസിന്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എയിലെ റോസുകളുടെ എണ്ണവും ബിയുടെ കോളംസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ വരും നമുക്ക് ഒരു മെട്രിക്സ് ആകുമ്പോഴായിട്ട് എ ഇസ് ഈക്വൽ ടു 1 2 4 2 8 2 6 0 ആൻഡ് ബി എന്ന മെട്രിക്സ് 4 1 4 3 0 -1 3 1 2 7 5 2. ആദ്യം ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? പോസിബിലിറ്റി ഉണ്ടോ? എന്താ? എ എന്ന മെട്രിക്സിന്റെ ഓർഡർ എത്ര? 2 by 3 ആണ്. ബി എന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3 അല്ലെ? 3 by 4 ആണ് അല്ലെ? എ ഒരു 2 by 3 മെട്രിക്സും ബി ഒരു 3 by 4 മെട്രിക്സും, ശരിയല്ലേ? ഒന്നാമത്തെ മെട്രിക്സിന്റെ റോസ് കോളംസിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോസിന്റെ എണ്ണവും സെയിം ആയതുകൊണ്ട് എ ഇൻറ്റു ബി പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ എ ബി എങ്ങനെ എടുക്കാം? എ ബി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എയും പിന്നെ ബിയും അല്ലെ? -1 3 1 2 7 5 2. നോക്കിയേ, ഈ റോയിനെ ഈ കോളം കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ, ഈ റോയിലെ എല്ലാ എലമെന്റ്സിനെയും കറസ്പോണ്ടിങ് ഉള്ള എല്ലാ എലമെന്റ്സ് ഇവിടുത്തെ കോളത്തിലെ എലമെന്റുകൾ കൊണ്ട് ഫസ്റ്റ് റോയെ ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയെ രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് എടുക്കും. ഇങ്ങനെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റുകളുടെ സം എടുക്കുക. 1 into 4 അങ്ങനല്ലേ?
1 into 4 4 plus അടുത്ത് ഈ 2 into 0 ആണല്ലേ. ശരിയല്ലേ? നമ്മളോട് എന്ത് ചെയ്തു? 1 into 4 plus 2 into 0. 2 into 0 എന്താ? 0 plus 4 into 2 അല്ലേ? ഇതും കൂടിയാണല്ലോ. 1 into 4 4 plus 2 into 0 0 plus 4 into 2 8. അടുത്ത് നമ്മുടെ ആൻസർ മെട്രിക്സ് ഏത് ഓർഡർ ആയിരിക്കും ഇവിടെ? നേരത്തെ പറഞ്ഞല്ലോ, ഒരു എ എന്ന m/n മെട്രിക്സിനെ m/r മെട്രിക്സിനെ ബി എന്ന r/n മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബി എന്ന m/n മെട്രിക്സ് വരും. ശരിയല്ലേ? ഇത് m/r, ഇത് r/n ആണെങ്കിൽ ഇവിടെ എ ബിന്റെ ഫൈനൽ മെട്രിക്സ് കിട്ടുമ്പോൾ അതിന്റെ ആൻസർ m/n ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് മെട്രിക്സാ? 2/3 മെട്രിക്സ് അല്ലേ? ഇതേത് മെട്രിക്സാണ്? 3/4 മെട്രിക്സ്. ഇവിടെ 3 3 കോമൺ. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോസിന്റെ എണ്ണവും ഈക്വൽ ആണ്. അപ്പോൾ എ ബിന്റെ ഓർഡർ എന്തായിരിക്കും? എ എന്താണ്? 2/3 മെട്രിക്സ് ആണ്. ബി എന്താണ്? 3/4 മെട്രിക്സ് ആണ് അല്ലേ? കോമൺ ആയിട്ടുള്ളതിനെ വിട്ടേക്കും. അപ്പോൾ എ ബിന്റെ ഓർഡർ എന്തായിരിക്കും? എ ബിന്റെ ഓർഡർ എന്തായിരിക്കും? 2/4 ആയിരിക്കും അല്ലേ? ശരിയാണോ? ഇവിടെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളത്തിലെ ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സിനെയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെന്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഒന്നാമത്തെ മെട്രിക്സിലെ ഒന്നാമത്തെ റോയെ രണ്ടാമത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോഴെന്താ? 2 into 1 അല്ല 1 into 1 plus 2 into minus 1. 2 into minus 1 എന്താ? minus 2 plus 4 into 7 28. is equal to 1 into 4 4 plus 2 into 0 0 plus 4 into 8. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം നമ്മൾ പണി കഴിഞ്ഞു. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ആയി. ഇനി സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെന്റ് ഇടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയിന് സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1 into 1 2 into minus 1 plus 4 into 5 4 into 7. ഫസ്റ്റ് റോയിലെ എലമെന്റിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് എടുത്താൽ പ്രോഡക്റ്റുള്ള സം ഒന്നാമത് എഴുതി. ഫസ്റ്റ് റോയിലെ എലമെന്റിനെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റുകളുടെ സം എടുത്ത് ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ എലമെന്റ് ആക്കി. ഇനി ഫസ്റ്റ് റോയിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 into 4 plus 2 into 3 plus 4 into 5. അടുത്ത അപ്പോൾ ഇതുകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് ഇവിടെ എഴുതി. അടുത്ത് ഈ ആൾക്കാരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് പ്രോഡക്റ്റ് ഇവിടെ എഴുതി. ഇവിടുത്തെ ആൾക്കാരുടെ മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റുകളുടെ സം എടുത്ത് അവസാനം എഴുതണം അല്ലേ? അപ്പോൾ 1 into 3 അല്ലേ plus 2 into 1 plus 4 into 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്ര എന്നാ പറഞ്ഞേ? ഇത് 2/3 ഇത് 3/4 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/4 ആയിരിക്കും. അപ്പോൾ 2 റോയും 4 കോളം ഉണ്ടാവും. അപ്പോൾ ഇനി രണ്ടാമത്തെ റോയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ റോ ഉപയോഗിക്കുക. അപ്പോൾ ഈ റോയും ഇവിടുത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2 into 4 അല്ലേ? this 2 into this 4 8 plus this 6 into this 0 plus this 0 into this 2 0. ഫസ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തെ റോയിലെ ഫൈനൽ ആൻസറിൽ രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ എലമെന്റ് ആയിരിക്കും ഒന്നാമത്തെ എലമെന്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് റോയിലെ എലമെന്റ്സിന് ഇവിടുത്തെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്
രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ 2 into 1 plus 6 into -1 plus 0 into 7. അടുത്തോ ഇവിടുത്തെ രണ്ടാമത്തെ റോയിന് ഇവിടുത്തെ മൂന്നാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ മെട്രിക്സിലെ പ്രോഡക്റ്റിന്റെ രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് കിട്ടും. 2 into 4 plus 6 into 3 plus 0 into 5. ഇനി രണ്ടാമത്തെ റോയിന് അവസാനത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. രണ്ടാമത്തെ റോയിന് നാലാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ റോയിൽ നാലാമത്തെ എലമെന്റ് ആയിട്ട് എഴുതും. 2 into 3 6 plus 6 into 1 plus 2. ആൻസർ ആയല്ലോ. നമ്മുടെ ആൻസർ ആയല്ലോ അല്ലേ. 8 4 12 അല്ലേ. 28 27 ആവും അല്ലേ. 10 30 25 13 ആയി അല്ലേ. ഇവിടെ 26 ആയി ഇല്ലല്ലോ. ഇവിടെ 8 plus 0 plus 0 അല്ലേ. അത് 8 ആയി. 2 minus 6 minus 4 ആയി. 8 plus 18 26 ആയി. 6 plus 6 12 ആയി. അപ്പോൾ ഈ മെട്രിക്സിനെ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ.